തിരുവനന്തപുരം പൂവാർ കപ്പൽ നിർമ്മാണശാല പദ്ധതിയോട് മുഖം തിരിച്ച് കേരളം. സ്ഥലം കണ്ടെത്താനുള്ള കേന്ദ്ര നിർദ്ദേശത്തിന് മാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടിയില്ല. കത്ത് കിട്ടിയെന്നും മറുപടി നൽകിയിട്ടില്ല എന്നും വിവരാവകാശ രേഖ. മറ്റ് സംസ്ഥാനങ്ങൾ പദ്ധതിക്കായി മത്സരിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ഈ മെല്ലെപ്പോക്ക്. കേന്ദ്രത്തിൻ്റെ മറുപടി നൽകുന്നില്ല എന്ന വാർത്ത ജനം TV പുറത്തുവിട്ടത് 4 മാസം മുമ്പാണ്. കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുത്ത് അറിയിക്കാനായി കേന്ദ്രം കത്ത് നൽകിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 26-നാണ് ജനം TV ഈ വാർത്ത പുറത്തുവിടുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന്റെ ഭാഗത്തു നിന്നും എന്ത് ഇടപെടലുണ്ടായി എന്നറിയാനാണ് വിവരാവകാശം നൽകുന്നത്. ആ വിവരാവകാശത്തിന്റെ മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. കത്ത് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് കേരളം അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കരയിൽ നിന്നും 500 മീറ്റർ വരെ സ്വാഭാവികമായി തന്നെ 13 മീറ്റർ ആഴം പൂവാർ കടലിനുണ്ട്. 500 മീറ്ററിനപ്പുറം 200 മുതൽ 30 മീറ്റർ വരെ ആഴവും. 10 നോട്ടിക്കൽ മൈലിനടുത്ത് അന്താരാഷ്ട്ര കപ്പൽച്ചാൽ. 20,000-ലേറെ കണ്ടെയ്നറുകൾ കയറ്റാൻ ശേഷിയുള്ള അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ നിർമ്മിക്കാൻ പൂവാറിന്റെ സൗകര്യങ്ങൾ ഏറ്റവും അനുയോജ്യമാണെന്ന് ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുമുള്ള വിലയിരുത്തൽ. 2008 മുതൽ പൂവാറിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാനുള്ള നീക്കമുണ്ടായെങ്കിലും കേരളത്തിന്റെ നിസ്സംഗ നിലപാട് കാരണം യാഥാർത്ഥ്യമായില്ല. 2011 മുതൽ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതും യാഥാർത്ഥ്യമാകുന്നില്ല. കേന്ദ്രത്തിൽ നിന്നും കത്ത് ലഭിച്ചിട്ടും വ്യക്തമായ മറുപടി നൽകാതെ കേരളം ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ദക്ഷിണ മേഖലയിൽ വരുന്ന പ്രദേശങ്ങളിൽ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുന്ന മേഖലയാണ് പൂവാർ എന്ന് പറയുന്നത്. സ്വമേധയാ ആഴം കൂടിയൊരു പ്രദേശം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെതുപോലുള്ള സവിശേഷതകളെല്ലാം ഉണ്ട്. ഒരുപക്ഷെ പൂവാർ ഒരു കപ്പൽ നിർമ്മാണശാല വരികയാണെങ്കിൽ അത് മാരിടൈം മേഖലയിലും മറ്റു വാണിജ്യ മേഖലയിലും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് ലാഭം കൊയ്യാൻ കഴിയുന്നൊരു പദ്ധതിയായിരിക്കും. തൂത്തുക്കുടി പോലുള്ള മേഖലകളിൽ തമിഴ്നാട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളം കേന്ദ്രത്തോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയെങ്കിൽ കേരളം എങ്ങനെ രക്ഷപ്പെടും? തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ്, ജനം.